പാലാ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം മുടങ്ങുന്നു. പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഡോക്ടർ അവധിയെടുത്തതിനെ തുടർന്നാണ് നിരവധി പോസ്റ്റ്മോർട്ടം കേസുകൾ തടസ്സപ്പെട്ടത്. പാലാ ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം വിഭാഗത്തിൽ സ്ഥിരം ഡോക്ടറില്ല. നിലവിൽ ഫോറൻസിക്കിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഡോക്ടറെയാണ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ 2 ദിവസത്തെ അവധിയെടുത്തതിനെ തുടർന്നാണ് 2 ദിവസമായി പോസ്റ്റ്മോർട്ടം മുടങ്ങിയത്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചത് മീനച്ചിൽ താലൂക്കിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് സഹായകരമായിരുന്നു. ഇവിടെ നിന്നുള്ള പോസ്റ്റ്മോർട്ടം കേസുകൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത് ബന്ധുക്കൾക്ക് വലിയ ബുദ്ധിമുട്ടും സാമ്പത്തിക നഷ്ടവും വരുത്തിവെക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. പാലാ ജനറൽ ആശുപത്രി അനുവദിച്ചുള്ള ഉത്തരവിൽ പ്രത്യേക ഫോറൻസിക് വിഭാഗവും അനുവദിച്ചിരുന്നു. അന്ന് മോർച്ചറിയുടെയും ഫ്രീസറുകളുടെയും കുറവ് ചൂണ്ടിക്കാട്ടി നിയമനം നടത്താതെ കാലങ്ങൾക്ക് ശേഷം തസ്തികകൾ ഇല്ലാതാക്കുകയായിരുന്നു. 8 ഫ്രീസറുകൾ ഉൾപ്പെടെയുള്ള മോർച്ചറിയും പോസ്റ്റ്മോർട്ടം കെട്ടിടവും ഡോക്ടേഴ്സ് റൂം എന്നിവയും നിർമ്മിച്ചിട്ടും നിയമനമുണ്ടായില്ല. നഗരസഭാ അധികൃതരുടെയും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റിയുടെയും നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചത്. ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർക്ക് ചുമതല നൽകിയാണ് ഇവിടെ ഫോറൻസിക് വിഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്.